നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനെ കൊണ്ട് ക്ഷേത്രത്തിൽ പോണം. അവന്റെ അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യിക്കണം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നോട് പറയാൻ മടി കാണിക്കുന്ന എന്തിനാ? ഞാൻ അത്രയ്ക്ക് അന്യനാണോ നിങ്ങൾക്കൊക്കെ? അങ്ങനെയല്ല, പ്രസാദേട്ടന് ബുദ്ധിമുട്ടാവൂലെന്ന് കരുതിയിട്ടാ ചേച്ചി. അതാ ഞാൻ ചോദിച്ചത്, വെറും ഒരു അന്യനായിട്ടാണോ എന്നെ കാണുന്നതെന്ന്. അടുപ്പവും ബന്ധമുള്ളവരോട് നമ്മൾ ആവശ്യങ്ങൾ പറയാൻ പേടിക്കരുത്, മടിക്കരുത്. അതില്ലാത്തവരുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഇതുപോലുള്ള ഉത്ഭയവും ജാളിതയൊക്കെ കാണിക്കേണ്ടത്. അഞ്ജലി ശ്രദ്ധിച്ചോന്നറിയില്ല, നാളത്തെ ഡേറ്റിൽ നമ്മൾ ഇവന്റ്സിന്റെ ഓർഡറുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ അത്? ഇല്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. എന്നാ ശ്രദ്ധിക്കണം. കലണ്ടറിൽ അഞ്ജലി ആ തീയതി നേരത്തെ തന്നെ മാർക്ക് ചെയ്തിരുന്നു, ചേച്ചിയുടെ ആണ്ടുബലിയെന്ന്. എന്താ, ശരിയല്ലേ? ശരിയാണ്. അത് കണ്ടപ്പോ ഞാൻ ഊഹിച്ചിരുന്നു. അതനുസരിച്ചാ ആ ഡേറ്റ് ഫ്രീ ആക്കാൻ ചെയ്തത്. പിന്നെ ആ വിവരം എന്നോട് പറയുമെന്നറിയാൻ വെയിറ്റ് ചെയ്തതാ ഞാൻ ഈ നിമിഷം വരെ. പ്രസാദേട്ടാ, ഞാൻ നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അച്ചുവിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. കാരണം അവൻ എന്റെ സ്വന്തം മോൻ തന്നെയാ. പക്ഷെ അവന്റെ ആവശ്യങ്ങൾ എന്നെ അറിയിക്കാതെ മറച്ചുവെച്ച് എന്നെ വിലയിടിച്ച് കാണരുതെന്ന് മാത്രം, ആ ഒരു അപേക്ഷയുള്ളൂ. സോറി പ്രസാദേട്ടാ, വി ആർ വെരി സോറി. രാവിലെ റെഡിയായിരുന്നു. അവിടെ ക്ഷേത്രത്തെ ഞാൻ വിളിച്ച് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുന്നുംപാറ ക്ഷേത്രത്തിന് കീഴെയുള്ള കടൽ തീരത്ത ബലിതർപ്പണം. രാവിലെ പോവാൻ നമുക്ക്. താങ്ക് യു പ്രസാദേട്ടാ. ഈ ചെയ്തതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല ഞങ്ങൾക്ക്. സന്തോഷം. എല്ലാ നന്ദിയും ഞാൻ കൈയോട് സ്വീകരിച്ചിരിക്കുന്നു. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. നിങ്ങൾ വാ മക്കളെ, നമുക്ക് ആഹാരം എടുത്തു വയ്ക്കാം. ഹലോ രാധേ, കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാം. എന്താ വേണുവേട്ടാ വിളിച്ചത്? പറഞ്ഞോളൂ. എനിക്കൊന്ന് രാധയെ നേരിൽ കാണണമല്ലോ. ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടെ? അയ്യോ, ഇങ്ങോട്ട് വരണ്ട. ഇവിടെ എപ്പോഴും ആള് കാണും. അന്ന് രാത്രി തന്നെ ഈ നടയിൽ വന്നത് റിസ്ക് ആയിരുന്നു. ഏതായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക്. നാളെ സുഭദ്രേച്ചിയുടെ ആണ്ടുബലിയാ. ഞങ്ങള് കുന്നുംപാറ ക്ഷേത്രത്തിലേക്കും കടൽ തീരത്തേക്കും പോകുന്നുണ്ട്. വേണുവേട്ടന് അവിടേക്ക് വന്നാ മതി. ആരുടെയും കണ്ണിൽ പെടാതെ ഞാൻ അവിടെ വന്ന് സംസാരിച്ചോളാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.